ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവജന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദൈവവചന ചിന്തകൾക്ക് ആധാരമായി ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 17, 18, 19 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. ആവർത്തനം 7-ന്റെ 17, 18, 19. ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ, അവരെ നീക്കിക്കളയുവാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. എന്നാൽ അവരെ ഭയപ്പെടരുത്. നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിസ്രയീമ്യരോടും ചെയ്തതായി നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തോർക്കണം, എന്തോർക്കരുതെന്ന് തീരുമാനിക്കുന്നത് നാമാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് ഇങ്ങനെ കടന്നു വരും. അത് നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകും. അതൊരു പക്ഷേ നമ്മളെ തളർത്തിക്കളയുമായിരിക്കും. എന്തു തന്നെ ആയാലും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിളായിട്ട് ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനത്തോട് തൻ്റെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണമാണ് അവർക്ക് കനാൻ ദേശം അവകാശമായി കൊടുക്കുമെന്നുള്ളത്. എന്നാൽ മാനുഷികമായ നിലയിൽ നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ശക്തി വെച്ച്, അവരുടെ കഴിവ് വെച്ച് ഒരിക്കലും കനാൻ ദേശം അവർക്ക് അവകാശമാക്കാൻ പറ്റുകയില്ല. അവർക്ക് തന്നെ അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. കാരണം അവർക്കെതിരെയുള്ള ജാതികൾ ശക്തന്മാരായിട്ട് അവർക്ക് തന്നെ തോന്നുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. എന്താണ് അവരോട് പറയുന്നത്? 17-ാം വാക്യത്തിൽ പറയുന്നതാണ് ഇങ്ങനെയാണ്: ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ, അവരെ നീക്കിക്കളയാൻ എനിക്കെങ്ങനെ കഴിയുമെന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. എന്നാൽ അവരെ ഭയപ്പെടരുത്. പലപ്പോഴും ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും എന്ന് പറയുമ്പോൾ മാനുഷികമായ നിലയിലുള്ള കാര്യങ്ങളെ, സാഹചര്യങ്ങളെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ പറയുമായിരിക്കും, ഇത് എനിക്ക് എങ്ങനെ കഴിയും, ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്കെങ്ങനെ കഴിയും, എൻ്റെ മക്കൾക്ക് ഇതെങ്ങനെ കഴിയും, എൻ്റെ കുടുംബത്തിന് ഇതെങ്ങനെ കഴിയും, ഇതെങ്ങനെ സാധിക്കും. ഇസ്രായേൽ ജനത്തെക്കുറിച്ചും ദൈവം അങ്ങനെ പറയുന്നത്. ദൈവം കൊടുത്ത വാഗ്ദത്തം വലിയ വാഗ്ദത്തമാണ്. അവരവകാശമാക്കും എന്നു പറഞ്ഞ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാണ്. വിവിധ ജാതികൾ അടക്കി ഭരിക്കുന്ന ദേശമാണ്. പക്ഷേ അവരുടെ കഴിവ് വെച്ച് നോക്കുമ്പോൾ അവർക്കത് സാധിക്കുമോ എന്ന് അവർക്ക് തന്നെ സംശയം ഉണ്ടാവുകയാണ്. അതാണ് മുൻകൂട്ടി ദൈവം അവരോട് പറഞ്ഞത്: ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പുള്ളവർ, അവരെ നീക്കിക്കളയാൻ എനിക്കെങ്ങനെ കഴിയുമെന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. നമ്മൾ ഹൃദയത്തിൽ ഒരുപക്ഷെ നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അറിയാതെ പോലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ എങ്ങനെ നടക്കും, ഇത് എനിക്കെങ്ങനെ കഴിയും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ കഴിയും? ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഇത് എനിക്കെങ്ങനെ കഴിയും? പ്രാർത്ഥിക്കുമ്പോൾ പോലും, വചനം കേൾക്കുമ്പോൾ പോലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അങ്ങനൊരു ചിന്ത, അങ്ങനൊരു സംസാരം ഹൃദയത്തിനകത്തുനിന്ന് വരാറുണ്ടോ? ഇത് എനിക്കെങ്ങനെ കഴിയും? ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുക, ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ, അവരെ നീക്കിക്കളയാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. നീ അങ്ങനെ നിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ കൂടി ഒരു കാര്യം പറയാം: നിൻ്റെ പിതാക്കന്മാരോട് ഇസ്രായേൽ ജനമേ, ഞാൻ ചെയ്ത വാഗ്ദത്തം നടക്കത്തില്ലെന്ന് നീ പറഞ്ഞാൽ പോലും ഞാനത് നടത്തിത്തരും. ആമേൻ. എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതെങ്ങനെ കഴിയുമെന്ന ഒരു ചോദ്യമാണോ ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തുള്ളത്? ദൈവം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇതെങ്ങനെ സാധിക്കും? എങ്ങനെ കഴിയും? പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ഭയപ്പെടരുത്. എങ്ങനെ കഴിയുമെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞാലും നീ പേടിക്കരുത്. പിന്നെ എന്തു ചെയ്യണം? അതിന് ഉള്ള സൊല്യൂഷൻ 18, 19 വാക്യങ്ങളിലുണ്ട്. നിൻ്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിസ്രയീമ്യരോടും ചെയ്തതായി നിൻ്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും
നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം. ആ ഒരു പദമാണ് ഇന്നത്തെ ഈ മെസ്സേജിൻ്റെ ആധാരം. നോക്കുക, നീ നല്ലവണ്ണം ഓർക്കണം. ഇപ്പോൾ നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്? വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചല്ലേ? സംഭവിക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചല്ലേ? നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ചല്ലേ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്? പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ അത് ഓർത്തുകൊണ്ടിരിക്കാനല്ല. നിനക്ക് എങ്ങനെ കഴിയുമെന്ന് നീ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇസ്രായേൽ ജനമേ, നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശമെന്ന് പറയുന്നത് അനാക്യ മല്ലന്മാരുള്ള ദേശമായിരിക്കും. കനാന്യർ, ഹിത്യർ, പെരൂസ്യർ, യെബൂസ്യർ, ഇങ്ങനെ വിവിധ ജാതികൾ പാർക്കുന്ന ദേശമായിരിക്കും. അവർ മല്ലന്മാരായിരിക്കും. പക്ഷേ നിനക്കെങ്ങനെ കഴിയുമെന്ന് ഓർത്തിരുന്ന് നിരാശപ്പെട്ടിരിക്കാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് എന്തു ചെയ്യണം? നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇന്നലകളിൽ ഫറവോനോടും മിസ്രയീമ്യരോടും ദൈവം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം. ഈ ദിവസങ്ങളിൽ നല്ലവണ്ണം ഒന്ന് ഓർക്കാവോ? ആ കാര്യം, ആ ഒരു പദം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. നല്ലവണ്ണം ഓർക്കണം. എന്താ വെറുതെ ഓർത്താൽ പോരാ, നല്ലവണ്ണം ഓർക്കണം. മനസ്സിനകത്ത് എങ്ങനെ കഴിയുമെന്നുള്ള വാക്കുകൾ കയറി വരുമ്പോൾ നല്ലവണ്ണം ഓർക്കണം. നല്ലവണ്ണം ഓർക്കണം. എന്താ നല്ലവണ്ണം ഓർക്കേണ്ടത്? നിൻ്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകൾ, നിൻ്റെ കണ്ണാലെ കണ്ട വലിയ അടയാളങ്ങൾ, നിൻ്റെ കണ്ണാലെ കണ്ട വലിയ അത്ഭുതങ്ങൾ, നിൻ്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച തൻ്റെ ബലമുള്ള കൈ, തൻ്റെ നീട്ടിയ ഭുജം, ഈ കാര്യങ്ങളെ നീ നല്ലവണ്ണം ഓർക്കണം. ഒരു നിമിഷമെന്ന് ഓർക്കാവോ? ഇന്നലകളുടെ ചരിത്രത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തിയ വഴികൾ, കണ്ണാലെ കണ്ട വലിയ പരീക്ഷകൾ, ജീവിതത്തിൽ എത്രയോ ട്രയൽസിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടു അല്ലേ? തകർന്നു പോകുമെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റായിരുന്നു. ആ ഒരു പരീക്ഷ നമ്മൾ ജയിച്ച് ഇന്നും ദൈവസന്നിധി നിൽക്കാൻ ദൈവം കൃപ തന്നു. തകർന്നു പോകുമെന്ന് പിശാച് തകർക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ സാത്താൻ്റെ കയ്യിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചില്ല. പറ്റിക്കളയാൻ പലപ്പോഴും അനുവാദം ചോദിച്ചു വന്നതാണ്. പക്ഷെ ദൈവം അനുവാദം കൊടുത്തില്ല. എത്ര പരീക്ഷകൾ ജീവിതത്തിൽ നേരിട്ടു, എത്ര അടയാളങ്ങൾ, എത്ര അത്ഭുതങ്ങൾ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, എത്ര അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ചെയ്തു. അത് നല്ലവണ്ണം ഓർക്കണം. തമ്പുരാൻ്റെ നീട്ടിയ ഭുജം, ബലമുള്ള കൈ ഇന്നലകളിൽ നമുക്ക് വേണ്ടി ചലിച്ചത് നമ്മൾ നല്ലവണ്ണം ഓർക്കണം. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നല്ലവണ്ണം ഓർക്കണം കേട്ടോ. എന്താ? ഇന്നലെ ദൈവം ഒരത്ഭുതമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലവണ്ണം ഓർക്കണം. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ വിഷയമോർത്ത് ഭാരപ്പെടുന്നവരായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ ആ മോനെക്കുറിച്ചോ ആ മോളെക്കുറിച്ചോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്ര അത്ഭുതകരമായിട്ടാണ് ആ കുഞ്ഞിനെ ഇതുവരെ ദൈവം നടത്തിയത്. എത്ര പരീക്ഷകളിലൂടെ, എത്ര അടയാളങ്ങളിലൂടെ, എത്ര അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തി. നശിച്ചു പോകുമെന്നും തകർന്നു പോകുമെന്നും നീ ചിന്തിച്ച സ്ഥാനത്ത് ദൈവം പുറത്തെടുത്തില്ലേ? ഇപ്പോഴും ഒരു സാധ്യത കുഞ്ഞിൽ കാണുന്നില്ലേ? നല്ലവണ്ണം ഓർക്ക. ഇതെങ്ങനെ കഴിയുമെന്ന് നീ ചിന്തിക്കേണ്ട, നല്ലവണ്ണം ഓർക്കണം. എൻ്റെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണെന്ന് നീ വിശ്വസിക്കണം. ആമേൻ. സങ്കീർത്തനം 63 5, 6, 7 വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ വായിക്കാം. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ഞയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ സന്തോഷമുള്ള അതരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിൻ്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. കിടക്കാൻ പോകുമ്പോൾ ഓർക്കുന്നത് എങ്ങനെ കഴിയുമെന്നല്ല. സങ്കീർത്തനക്കാരൻ പറയാ, ഞാൻ കിടക്കയിൽ നിന്നെ ഓർത്തു. രാത്രി ധ്യാനങ്ങളിൽ നിന്നെ ധ്യാനിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുന്നു. മെഡിറ്റേഷൻ മുഴുവൻ ദൈവത്തെക്കുറിച്ചാണ്. അങ്ങനെ ദൈവത്തെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ, ദൈവം നടത്തിയ
വിധങ്ങളെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ധൈര്യം ക്ഷയിച്ചു പോയെന്നല്ല, ക്ഷീണം വന്നെന്നല്ല, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ BP കൂടിയെന്നല്ല. ഈ കാര്യത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഓർത്തപ്പം 6-ാം വാക്യത്തിൽ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നെന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നല്ലവണ്ണം ഓർക്കണം കേട്ടോ. നിൻ്റെ ഓർമ്മകൾക്കകത്ത് ദൈവത്തിൻ്റെ വചനം നിറയട്ടെ. നിൻ്റെ ഓർമ്മകൾക്കകത്ത് ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. 77-ാം സങ്കീർത്തനം ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. എന്താ 77-ാം സങ്കീർത്തനം? ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അദ്ദേഹം ആ സങ്കീർത്തനം എഴുതി തുടങ്ങുമ്പോൾ ശബ്ദമുയർത്തി ദൈവത്തോട് നിലവിളിക്കുക. അദ്ദേഹത്തിന് ആശ്വാസം നിരസിച്ച ഒരു അനുഭവം 2-ാം വാക്യത്തിനകത്തുണ്ട്. രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരിക്കുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു. സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, ആദ്യത്തെ 4 വാക്യത്തിനകത്ത് നിരാശയാണ്, വ്യാകുലമാണ്, ഭാരമാണ്, എങ്ങനെ കഴിയുമെന്ന് പറയുകയാണ്, എങ്ങനെ നടക്കുമെന്ന് പറയുക. നിരാശയുടെ വാക്കുകൾ, ഉറക്കം പോലുമില്ല. എന്നാൽ 5-ാം വാക്യത്തിൽ തൻ്റെ ചിന്ത താനെന്ന് ഡൈവേർട്ട് ചെയ്തു. 5-ാം വാക്യത്തിൽ പറയുക, ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. കണ്ടോ, 4-ാം വാക്യം വരെ നിരാശയിൽ ജീവിതം തുടർന്ന ആ മനുഷ്യൻ 5-ാം വാക്യത്തിൽ പണ്ടത്തെ സംവത്സരത്തെക്കുറിച്ച് വിചാരിക്കാൻ തുടങ്ങി. അത് വിചാരിച്ച് വന്ന 11-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാരവും നിരാശയും എല്ലാം മാറി. എന്നിട്ട് പറയുക, ഞാൻ നിൻ്റെ സകല പ്രവൃത്തിയെക്കുറിച്ചും ധ്യാനിക്കും, നിൻ്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. അടുത്തത്, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഓപ്ഷൻ ദൈവം നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. എങ്ങനെ കഴിയുമെന്നോർത്ത് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ജീവിക്കാം. അല്ലെങ്കിൽ ദൈവം നടത്തിയ അത്ഭുതങ്ങളും കണ്ണാൽ കണ്ട പരീക്ഷകളും അടയാളങ്ങളും നന്നായിട്ട് ഓർക്കാൻ കഴിയും. ഞാൻ പറയാം, അത്ഭുതങ്ങൾ ആവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്നലകളിൽ ചെയ്ത കാര്യം ഇന്നും നാളെയും ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. നല്ലവണ്ണം ഓർക്കാവോ? കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും കടന്നിരുന്നവരാ ഓരോ വ്യക്തികളും. എന്ന് പറഞ്ഞാൽ ആ കുഴിയിൽ നാശമുണ്ടായിരുന്നു, മരണം പതിയിരുന്ന കുഴിയാണ്, ആത്മീയ മരണമുണ്ടായിരുന്നു. പക്ഷേ ആ കുഴിയിൽ നീണ്ടു വന്ന ദൈവത്തിൻ്റെ ഒരു കൈയുണ്ട്. നാശകരമായ കുഴിയിൽ വീണ് കിടന്ന എന്നെയും നിങ്ങളെയും കർത്താവ് കണ്ട് തേടി വന്ന് ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തി പുതിയൊരു പാട്ട് നമ്മുടെ നാവിൽ തന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്. നിത്യ നരകത്തിന് അവകാശികളായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നാശകരമായ കുഴിയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. പാപത്തിൻ്റെ നാസഗർത്തത്തിൽ കടന്നിരുന്ന നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ കൃപയാൽ രക്ഷിച്ചു. ഓർത്തു നോക്ക്. ദൈവത്തിൻ്റെ സ്നേഹം അഗാധമാണ്, ആഴമുള്ളതാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, എത്ര വലിയ പ്രതിസന്ധികളിലൂടെ പോയാലും നല്ലവണ്ണം ഓർക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും നിങ്ങൾക്കിപ്പോൾ ഭാരം, നിങ്ങൾക്കിപ്പോൾ നിരാശ. പേടിക്കണ്ട, നല്ലവണ്ണം ഓർക്കണം. അത് എങ്ങനെ ചെയ്തു തീർക്കുമെന്നല്ല ഓർക്കണ്ടേ, ഇതെങ്ങനെ സാധിക്കുമെന്നല്ല ഓർക്കണം. നിൻ്റെ കണ്ണാൽ കണ്ട പരീക്ഷകൾ, ദൈവം നടത്തിയ വിധങ്ങൾ, നിൻ്റെ കണ്ണാൽ കണ്ട അടയാളങ്ങൾ, നിൻ്റെ കണ്ണാൽ കണ്ട അത്ഭുതങ്ങൾ, അതിനെക്കുറിച്ച് നീ നന്നായിട്ട് ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം അയക്കും. ഒരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥാനത്ത്, ഒരു അർഹതയുമില്ലാതിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ പ്രിയരെ നമുക്ക് വേണ്ടി ചെയ്തു. നന്ദിയില്ലാത്തവരായി തീരാതെ ദൈവത്തെ സ്തുതിക്ക്, പിറുപിറുക്കുന്നവരായി തീരാതെ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരെ. അവിടുന്ന്
വിശ്വസ്തനായ ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് വ്യത്യസ്ത ടൈം സോണിൽ ഈ മെസ്സേജ് ശ്രദ്ധിച്ച വിവിധ പ്രായക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ വിലപ്പെട്ട സമയം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ അവർ മാറ്റി വെച്ചത് അവിടെ നിന്ന് ഓർക്കുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു. അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അവരോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, എങ്ങനെ കഴിയുമെന്നും ദൈവം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ സാധിക്കുമെന്ന് ഓർത്ത് നിരാശപ്പെട്ടിരിക്കാതെ, ഹൃദയത്തിൽ അങ്ങനെ പറയാതെ, കണ്ണാൽ കണ്ട പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നന്നായി ഓർത്ത്, ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ നന്നായിട്ട് ഓർത്ത്, രാത്രിയാമങ്ങളിൽ ദൈവത്തെക്കുറിച്ചോർത്ത്, വചനത്തെക്കുറിച്ചോർത്ത്, വാഗ്ദത്തങ്ങളെക്കുറിച്ചോർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന, മഹത്വം കൊടുക്കുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് കൽപ്പിച്ചാക്കണമേ. ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം അയച്ചിൻ്റെ മക്കളെ ബലപ്പെടുത്തണമേ. സാധ്യങ്ങളെ സാധ്യമാക്കണമേ. അവിടുത്തെ വചനപ്രകാരം ഞങ്ങളെ ജീവിപ്പിക്കണമേ. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ആരാധനയും സ്തോത്രവും സ്തുതിയും കർത്താവിന് അർപ്പിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണം. അവിടുത്തെ വരവിനായി ഞങ്ങൾ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.